ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 18-ാമത്തെ അധ്യായത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. പതിനേഴാമത്തെ അധ്യായത്തിൽ ബാബിലോൺ എന്ന വേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നമ്മൾ കണ്ടു. ഇനി ഈ ശിക്ഷാവിധിയിൽ വിലപിക്കുന്ന 3 കൂട്ടരെയാണ് 18-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ വ്യവസ്ഥിതിയോട് സംവിധാനങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവർ ഈ ബാബിലോണിൻ്റെ നാശം വഴി അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അതൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അതുവഴിയായിട്ട് തീർച്ചയായിട്ടും ഈ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്ത് നഷ്ടമാണ് വരുന്നത് എന്നുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അത് ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ചുള്ളതാണ്. അത് വായനക്കാരായ നാം ഓരോരുത്തരെയും ഉദ്ദേശിച്ചുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ശൈലി, ഈ നഗരത്തിൽ നിന്ന് ഓടി അകലുവിൻ എന്നുള്ള ആ ഒരു ശൈലി, അത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ഈ ഒരു ശൈലി ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാബാബിലോൺ വീണു 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. അത് നമ്മൾ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബാബിലോൺ പെട്ടെന്ന് തകർന്നു വീണു, അവളെ ഓർത്ത് വിലപിക്കുവിൻ. അതുപോലെ തന്നെ സകല ജനതകളും പാവനം ചെയ്തു എന്ന് പറയുമ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം ജെറമ്യ 51:7 പറയുന്നു, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. തുടർന്ന് അവളിൽ നിന്ന് ഓടി അകലുക എന്ന് പറയുന്ന ആ വാക്യം അത് 58 നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 51:45 അതിന് സമാനമായിട്ടുള്ള വാക്യം നമ്മൾ കാണും. 51:45 എൻ്റെ ജനമേ അവളുടെ അടുത്ത് നിന്ന് ഓടി അകലുവിൻ, കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. പിന്നെ അവരുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. അതും പഴയ നിയമ പ്രവാചക പശ്ചാത്തലത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. 51-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, അവളെ മറന്നു വെക്കുക, നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു, അത് ആകാശം വരെ ഉയരുന്നു. ഇനി അവൾ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന കാര്യം അത് 51:1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അത് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 43-ാമത്തെ വാക്യം 51-ാം അധ്യായം 43-ാമത്തെ വാക്യം, അവളുടെ നഗരങ്ങൾ ഭീഭത്സമായി ഉണങ്ങി വരേണ്ട മരുപ്രദേശം, നിർജ്ജന ഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. 44 അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും, ജനതകളെ സമീപിക്കുകയില്ല, എൻ്റെ ജനമേ ഓടി അകലുവിൻ. ഓക്കെ, അപ്പോൾ ആ നഗരം അത് സമ്പൂർണ്ണമായിട്ട് നശിക്കുന്നത് അവിടെ വിവരിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഈ ദേശം നശിക്കുമ്പോൾ, ബാബിലോൺ നശിക്കുമ്പോൾ വേറൊരു കൂട്ടർ ആഹ്ലാദിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ദൈവജനമാണ്. ജെറമ്യ 51:48 നമ്മളത് കാണുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ച് പാടും, കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും, കർത്താവ് അരുൾ ചെയ്യുന്നു. പിന്നീട് കാണുന്ന വേറൊരു പ്രതീകമാണ് കടലിലേക്ക് എറിഞ്ഞ തിരികല്ല് പോലെ അത് അപ്രത്യക്ഷമാകുമെന്ന് പറയുന്നു. അതും ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ 63-64 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 63-ാമത്തെ വാക്യത്തിൽ വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക,
ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും, അവർ തളർന്നു പോകും, അത് ഇനി പൊങ്ങി വരികയില്ല. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 18-ാം അധ്യായത്തിൽ എടുത്തിരിക്കുന്ന ആ പല പ്രതീകങ്ങളും അത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഈ തിന്മയുടെ സാമ്രാജ്യങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകും എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ അത് വീണ്ടും എടുത്തിരിക്കുന്നതിന് കാരണം എന്താണ്? പഴയ കാലങ്ങളിൽ ഇതുപോലെയും തിന്മയുടെ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവയൊക്കെ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ സാമ്രാജ്യങ്ങളും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകും എന്ന കാര്യം ആരാധന സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശൈലിയിൽ ഒരു കാർക്കശ്യമുണ്ട്. അത് തിന്മയുടെ മേലുള്ള ദൈവത്തിൻ്റെ ആ ഒരു ശിക്ഷാവിധി അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കർക്കശമായിട്ടുള്ള ഒരു ഭാഷ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഒന്നാമത്തെ വാക്യത്തിൽ കിടക്കാം. 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇതിനു ശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു, അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. ഈ വാക്യത്തിൻ്റെ അർത്ഥധ്വനികളിലേക്ക് നമുക്കൊന്ന് കടക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിന് ശേഷം, അപ്പോൾ നമ്മൾ വെളിപാടിൽ പലയിടത്തും കാണും. അപ്പോൾ ഇതിന് ശേഷം എന്ന് പറയുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്നത്, അതതിൻ്റെ ഒരു ക്രോണോളജിക്കലായിട്ട് ഒരു കാലഘടന പ്രകാരമായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. അത് ഓരോരോ കാര്യങ്ങൾ ഇവിടെ അടുക്കും ചിട്ടയോടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഈ ഓർഡറിൽ തന്നെ സംഭവിക്കും എന്നല്ല ഇത് അർത്ഥമാക്കുക. ഇനി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വേറൊരു ദൂതൻ 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഒരു ദൂതനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദൂതൻ എന്ന് പറയുന്നത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന 7 ദൂതരിൽ ഒരുവൻ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആരാണെന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല. ചിലർ പറയും അത് ക്രിസ്തുവാണെന്ന്. പക്ഷേ ക്രിസ്തു ആകാനായിട്ട് സാധ്യയില്ല. തുടർന്നുള്ള വിവരണങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെക്കുറിച്ചാകുവാനായിട്ട് സാധ്യത വളരെ കുറവാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈ ദൂതൻ അധികാരമുള്ളവനും തേജസ് നിറഞ്ഞവനുമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് തീർച്ചയായിട്ടും ദൈവിക ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൂതൻ്റെ ഈ അധികാരം തുടർന്നുള്ള വിധിയുടെ ആധികാരികതയുടെ സൂചനയാണ്. അപ്പോൾ ഈ ദൂതൻ വന്ന് ദൈവത്തിൻ്റെ ആ വിധി ഇവിടെ അത് പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന് പറയുന്നു. 14-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ മുൻകൂട്ടി പറഞ്ഞ ആ വിധി 14:8 ബാബിലോണിന് സംഭവിക്കുന്ന ആ വിധിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, മുൻകൂട്ടി പറയുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണുക. 8-ാമത്തെ വാക്യം. 2-ാമത്തെ ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗമിച്ചു. ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന മഹാബാബിലോൺ വീണുപോയി. അവിടെ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ആ കാര്യം, അല്ലെങ്കിൽ അവിടെ മുൻകൂട്ടി പറഞ്ഞ കാര്യം, അത് ഇവിടെ പൂർത്തിയാകുന്നത് ഇവിടെ വിവരിക്കുന്നു. ഇനി തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അർത്ഥമാക്കിയിരിക്കുന്നത്? ഇപ്പോൾ തേജസ് കൊണ്ട് അത് പല വിധത്തിലൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയെക്കുറിച്ച് സമാനമായിട്ടുള്ള ഒരു സൂചനയുണ്ട്, വിവരണമുണ്ട്. പുറപ്പാട് 34-ാമത്തെ അധ്യായത്തിൽ 29 മുതലുള്ള വാക്യങ്ങളിൽ, 29-35 വരെയുള്ള വാക്യങ്ങളിൽ, ഇപ്പോൾ മോശ സാക്ഷ്യഫലകം വഹിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. 29-ാമത്തെ വാക്യം. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പോൾ മോശയുടെ മുഖം തേജോമയമായി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ദൈവിക സാന്നിധ്യത്തിലായിരുന്ന ആ മോശയിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ്. ഇനി ആ ഒരു സൂചനയാകാം
അതുമല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ദൈവ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമൊക്കെ ആകാം. അപ്പോൾ ഇവിടെ നമുക്കെടുക്കാവുന്ന അർത്ഥം ദൈവ മഹത്വം നഗരത്തിലേക്ക് മടങ്ങി വരുന്നതായിരിക്കാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവമഹത്വം നഗരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവജനവും ആ ദൈവിക നഗരത്തിലേക്ക് തിരികെ വരണമെന്ന ആഹ്വാനം അത് എസെക്കിയേൽ പ്രവാചകൻ നൽകുന്ന. അപ്പോൾ ആ ഒരു ആശയം തന്നെയായിരിക്കാം ഇവിടെയും ഉള്ളത്, വെളിപാട് ഗ്രന്ഥത്തിലുള്ളത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ബാബലോൺ എന്ന് പറയുന്ന ആ വേശ്യയുടെ ദുർവൃത്തിയാൽ കളങ്കിതമായി. ഇനി ബാബലോൺ നശിച്ചു കഴിയുമ്പോൾ ആ നഷ്ടപ്പെട്ട ആ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ഇതാ ഈ ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് തിരികെ വരുന്നു. ഇനി ഈ ദൈവമഹത്വം നിറഞ്ഞ ആ ഒരു പുതിയ ഭൂമി അത് പുതിയ ജെറുസലമായിട്ട് പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പുതിയ ജെറുസലേമിനെ ദൈവ തേജസ് പ്രകാശിപ്പിക്കുന്നതിനെക്കുറിച്ച് ആ അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൂതൻ വീണ്ടും ആ പ്രപഞ്ചത്തിൽ ദൈവമഹത്വം, ദൈവ തേജസ് തിരികെ വരുന്നതിനെക്കുറിച്ചും ഇനി ആ ദൈവ തേജസ് തിരികെ വരുന്ന ആ നഗരത്തിലേക്ക് ആരാധന സമൂഹം തിരികെ വരേണ്ടതിനെക്കുറിച്ചും ഒക്കെയായിരിക്കാം ഇവിടെ പറയാൻ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. ഇനി 2-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, ഈ ദൂതൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും സകല അശുദ്ധാരൂപികളുടെയും പക്ഷികളുടെയും അശുദ്ധവും ഭീഭത്സവുമായ സകല മൃഗങ്ങളുടെയും താവളവുമായി. അപ്പോൾ ഈ ദൂതൻ ശക്തമായിട്ട് ഈ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ വളരെ ശക്തമായ സ്വരത്തിൽ പറയുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ ശക്തമായ സ്വരത്തിൽ എന്ന് പറയുമ്പോൾ അത് ദൂതൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ബാബിലോൺ വളരെ ശക്തിയാണെന്ന് സ്വയം അഭിമാനിച്ചിരുന്നു, പക്ഷേ അതിനേക്കാൾ ശക്തമാണ് ദൈവിക സ്വരം. അപ്പോൾ ശക്തിയെന്ന് അഭിമാനിച്ചിരുന്ന ആ ബാബിലോൺ ഇതാ ഇവിടെ തകർന്നു വീഴുന്നു. ഇനി ബാബിലോണിൻ്റെ ആ നാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വരാൻ പോകുന്ന വിധിയെക്കുറിച്ച് ഉറപ്പ് ഇവിടെ നൽകുന്നത് ആരാധന സമൂഹത്തിന് ആശ്വാസമരുളുന്നു. അപ്പോൾ തങ്ങളെ പീഡിപ്പിച്ച, തങ്ങളെ ദ്രോഹിച്ച ഈ ഒരു സാമ്രാജ്യം, ഈ ഒരു വ്യവസ്ഥിതി ഇതാ തകർന്നടിയാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം വളരെ ആധികാരികമായിട്ട് ദൂതൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഈ നാശം അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന വിധത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു ഇല്ല, പൂർണ്ണമായിട്ടും ആ ബാബിലോണിൻ്റെ നാശം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല, അത് ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പൂർണ്ണമായിട്ടും നടപ്പാകും എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരാധന സമൂഹത്തിന് മുന്നിൽ ഇതാ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇതാ ദൈവം ആത്യന്തികമായിട്ട് ഇടപെട്ട് കഴിഞ്ഞു എന്ന് ഇവിടെ ആരാധന സമൂഹം മനസ്സിലാക്കുന്നു. ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരം, ആ സാമ്രാജ്യം വീണുപോയി എന്ന ആ വിലാപം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി മഹാബാബിലോൺ എന്നുള്ള വിശേഷണം അത് നമ്മുടെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മഹാബാബിലോൺ. അപ്പോൾ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന വളരെ ശക്തിയായിട്ടുള്ള ഒരു നഗരമായിരുന്നു കൊണ്ടാണ് ഇതിനെ മഹാബാബിലോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഈ മഹാബാബിലോൺ എന്നതിൻ്റെ അന്നത്തെ രൂപം അത് റോമൻ സാമ്രാജ്യമായിരുന്നു. നമുക്കറിയാം, ഈ ആഫ്രിക്ക മുതൽ യൂറോപ്പും ഏഷ്യയിലെയും ഒക്കെ വലിയൊരു ഭൂഭാഗം അടക്കി വണിരുന്ന ആ ഒരു സാമ്രാജ്യം. പക്ഷേ ഈ ഒരു സാമ്രാജ്യം തകർന്നടിയും എന്ന കാര്യം ഇവിടെ വളരെ ശക്തമായിട്ട് ദൂതൻ ഇവിടെ അവതരിപ്പിക്കുന്നു.
അപ്പോൾ ദൈവത്തെ മറന്നുള്ള മനുഷ്യൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവുമാണ് ശിക്ഷ വിളിച്ചു വരുത്തുന്നത്. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു സംവിധാനവും നിലനിൽക്കുകയില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആരാധന സമൂഹത്തോട് പറയുന്നത് എന്താണ്? പുറമേ കാണുന്ന ഒന്നുമല്ല യാഥാർത്ഥ്യം. പുറമേ കാണുന്ന ഈ ആർഭാടവും പകിട്ടും ഒക്കെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അതൊക്കെ ഒരിക്കൽ അത് ക്ഷയിച്ചു പോകും, അത് നശിച്ചു പോകും. അപ്പോൾ ഈ നാശത്തിൻ്റെ, ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ നാശത്തിൻ്റെ ഭീകരത കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെയൊക്കെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പഴയ നിയമത്തിലുള്ള പല നഗരങ്ങളുടെയും നാശങ്ങളുടെ ചിത്രം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, ബാബിലോൺ എന്ന ആ സാമ്രാജ്യത്തിൻ്റെ നാശത്തെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ 13-ാം അധ്യായത്തിൽ, 21-ാം അധ്യായത്തിൽ, അല്ലെ ജെറമ്യാ പ്രവാചകൻ 50-51 അധ്യായങ്ങളിൽ നമ്മൾ ആ വാക്യങ്ങൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏദോമിനെക്കുറിച്ചുള്ള ആ പ്രവചനങ്ങൾ ഏശയ്യായുടെ പുസ്തകത്തിൽ 34-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, പിന്നെ ജെറുസലേമിൻ്റെ മേൽ വരുന്ന ആ ശിക്ഷാവിധി, പിന്നെ നിനിവേയുടെ മേലുള്ള ശിക്ഷാവിധി സെഫാനിയ 2:13-14 വാക്യങ്ങളിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഈ രാജ്യങ്ങളുടെ, സാമ്രാജ്യങ്ങളുടെ മേലുള്ള വിധിയെക്കുറിച്ച്, അവ നേരിടുന്ന നാശത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ നഗരത്തെക്കുറിച്ച്, ഈ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒരു പ്രതീകമാണ്, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും സകല അശുദ്ധാരൂപികളുടെയും പക്ഷികളുടെയും അശുദ്ധവും ഭീഭത്സവുമായ സകല മൃഗങ്ങളുടെയും താവളവുമായിട്ട് മാറി. ഇപ്പോൾ ഇതിൽ അശുദ്ധ അരുവികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒക്കെ വന്യജീവികളുടെ ഒക്കെ താവളമായിട്ട് മാറുന്നത് തകർന്നടിഞ്ഞ നഗരങ്ങളാണ്. ഇപ്പോൾ ഏശയ്യാ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും, അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. അപ്പോൾ ഇവിടെ താവളം എന്ന് പറയുന്ന ആ ഒരു പദം, അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫുലാക്കെ എന്ന് പറയുന്ന ആ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കുള്ള അർത്ഥം തടവറ എന്നാണ്, പക്ഷേ ഇവിടെ ഒരു താവളം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പദവും അതുപോലെ തന്നെ അശുദ്ധം എന്നുള്ള ആ പദം, അത് 3 പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഭീഭത്സമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദങ്ങൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭയാനകമായിട്ടുള്ള ശൂന്യത മുമ്പുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് നേർ വിപരീതമാണ്. നമുക്കറിയാം, ഈ ഒരു സാമ്രാജ്യം, എല്ലാവരെയും മോഹിപ്പിച്ചിരുന്ന ഈ സാമ്രാജ്യം ഭൂമിയിലുള്ള പ്രശസ്തരൊക്കെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നു. ധനാഢ്യരും വ്യാപാരികളും ഒക്കെ ഇവിടേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഖ്യാതി എല്ലായിടത്തും പരന്നിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഖ്യാതി അത് എല്ലായിടത്തും അത് വ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൈശാചിക അരൂപികൾക്ക് ആണ് അഭയമാകുന്നത്. സാധാരണ കഴുകന്മാരൊക്കെ വരുന്നത് നഗരത്തിന് പുറത്താണ്. മൃതദേഹങ്ങളൊക്കെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെയാണ് കഴുകന്മാരൊക്കെ വന്നു ചേരുക. പക്ഷേ ഈ വിജനമായ നഗരം തന്നെ ഇവയുടെ താവളമായിട്ട് മാറി. മാത്രമല്ല, മൃഗത്തിൻ്റെ പുറത്ത് സവാരി ചെയ്തവൾ ഇവയുടെ വാസസ്ഥലമായിട്ട്, താവളമായിട്ട് മാറുന്നു. അപ്പോൾ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത് എന്ന് നോക്കുക. അപ്പോൾ വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ഇവൾ ഇപ്പോൾ പിശാചുക്കളുടെ, പൈശാചിക ശക്തികളുടെ താവളമായിട്ട് മാറുന്നു. അപ്പോൾ പൈശാചിക അരുവികളുടെ വിഹാരരംഗമായിട്ടുള്ള ബാബിലോണിൻ്റെ നാശം സുനിശ്ചിതമാണ് എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു നഗരത്തെ വളരെ ഭീഭത്സമായ രീതിയിൽ, ഭയാനകമായ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നു. വളരെ അവജ്ഞ ഉളവാക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെയൊക്കെ ചിത്രീകരണം. അത് തീർച്ചയായിട്ടും ഇത് വായിക്കുന്നവരിൽ, ആരാധന സമൂഹത്തിൽ ഒക്കെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ അവരുള്ളിൽ തന്നെ ഈ ഒരു സാമ്രാജ്യത്തോട്, വ്യവസ്ഥിതിയോട് ഒരു അറപ്പ് തോന്നുന്ന വിധത്തിലാണ് ഈ വിവരണങ്ങളെല്ലാം. പിന്നെ അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 3-ാമത്തെ വാക്യം, എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ വീഞ്ഞുപാനം ചെയ്തു, ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു,
അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി ഭൂമിയിലെ വ്യാപാരികൾ ധനികരായി. ഇവിടെ ബാബിലോൺ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിൻ്റെ ആ പതനത്തിൻ്റെ 3 കാരണങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ജനതകൾ അവളുടെ അധാർമികതയുടെ വീഞ്ഞു കുടിച്ചു. വാണിജ്യ അഭിവൃദ്ധിയിലൂടെ അവളുടെ അധികാര വലയത്തിലായി. അപ്പോൾ അവളുടെ ആ ആർഭാടത്തിലൊക്കെ മയങ്ങിപ്പോയ അവർ സാവധാനം സാമ്രാജ്യത്തിൻ്റെ ആ ഒരു മനോഭാവം, അവളുടെ ധാർഷ്ട്യവും അവളുടെ അക്രമവും അവളിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹാരാധനയൊക്കെ അവരും സ്വാംശീകരിക്കുന്നു. അപ്പോൾ അതുവഴിയായിട്ട് ഈ ജനം തന്നെ വഴിതെറ്റിപ്പോകുന്നു. പിന്നെ രണ്ടാമത്, ഭൂമിയിലെ രാജാക്കന്മാർ അവളുടെ അധാർമികതയിൽ പങ്കുചേർന്ന് അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. നമുക്കറിയാം, രാജാക്കന്മാർ തങ്ങളുടെ നിലനിൽപ്പിനായിട്ടാണ്, തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്രാജ്യത്തോട് ചേർന്ന് നിന്നിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളുടെ അധാർമികതയിൽ ഇവരും പങ്കുചേരുന്നു. 2 കൂട്ടർക്കും വളരെ ഗുണകരമായ രീതിയിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സുസ്ഥിതിയിൽ ഇവർക്ക് അവരുടെ ഭരണം നടത്തുവാൻ പറ്റി. അതുപോലെ തന്നെ ഇവർക്കും അവിടെ തഴച്ചു വളരുവാനായിട്ടൊക്കെ സാധിച്ചു. ഇനി ഇവർ വഴിയായിട്ട് റോമൻ സാമ്രാജ്യവും വളർന്നു. ഇനി അതുപോലെ മൂന്നാമത്തെ കാരണം, നഗരത്തിൻ്റെ ധൂർത്ത് നിറഞ്ഞ വഴികളിലൂടെ വ്യാപാരികൾ സമ്പന്നരായി. നമുക്കറിയാം, ഒരു സാമ്രാജ്യത്തിൽ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കുക മാത്രമല്ല, അവിടെ കച്ചവടം നടത്തുന്നവർക്ക് വളരെ സമാധാനപരമായിട്ട് കച്ചവടമൊക്കെ നടത്തി സമ്പത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യാപാരികൾ തീർച്ചയായിട്ടും ഈ സാമ്രാജ്യത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം അവരുടെ നേട്ടത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ ധനത്തിൻ്റെയും ഒക്കെ ഉപഭോഗത്തിൻ്റെയും ഒക്കെ പിന്നാലെയാണ് പോയത്. അപ്പോൾ അതുവഴിയായിട്ട് ഈ വ്യാപാരികൾ സമ്പന്നരായതോടൊപ്പം തന്നെ അതുവഴി ആ സാമ്രാജ്യവും ഇവരുടെ ഈ സമ്പത്തിൽ ഒരു ഭാഗം അവർക്കും ലഭിച്ചു. അങ്ങനെ നഗരവും ഈ വ്യാപാരികൾ സമ്പന്നരായതോടൊപ്പം ഈ സാമ്രാജ്യവും വളരുന്നത് നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇവരുടെ ആ ഒരു വീഞ്ഞ് കുടിച്ച് ഇവർ ഈ 3 കൂട്ടരും സമ്പന്നരായി എന്ന് നമ്മൾ കാണുന്നു. അവരുടെ ആ വീഞ്ഞ് കുടിച്ച് ഉന്മത്തയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. അവിടെ പറയുന്നത്, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ പൊൻചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. സത്യത്തിൽ ഈ വ്യവസ്ഥിതിയിൽ നിൽക്കുന്നവർ ഇതുപോലെ തന്നെ ഭ്രാന്തി പിടിച്ചവരെ പോലെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ നിന്ദ്യമായിട്ടുള്ള വ്യവസ്ഥിതിയുടെ പിന്നാലെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ വ്യാജാരാധനയുടെയും ക്രൂരതയുടെയും ഒക്കെ ലോകത്താണ് അവർ ജീവിക്കുക. അപ്പോൾ അതിലാണ് അവർ പങ്ക് ചേരുന്നത്. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരത്തെ വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു വ്യവസ്ഥിതിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ നഗരം എല്ലാവരെയും വശീകരിച്ച് അവരെയൊക്കെ തിന്മയ്ക്ക് അടിമയാക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ വ്യാജ ആരാധനയിലൂടെ അല്ലെങ്കിൽ ഭൗമികതയിലൂടെ ഒക്കെ ഇവരെയൊക്കെ വഴി തെറ്റിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ബാബിലോൺ എന്ന് പറയുന്ന ഈ ഒരു സാമ്രാജ്യം. ഇപ്പോൾ ഇവിടെ സകല ജനതകളും വഴിതെറ്റിയെന്നുള്ള ആ ഒരു സൂചന, സാമ്രാജ്യത്തിൻ്റെ തിന്മകളിൽ മുഴുകി പോയവരാണ് അവർ. അപ്പോൾ ഈ സകല ജനതകളും വഴിതെറ്റി പോകുന്നവിടെ ഇനി ഇവിടെ ഉള്ള ഒരു ചോദ്യം, ഈ സകല ജനതകളും പൂർണ്ണമായിട്ടും വഴിതെറ്റി പോകുന്നുണ്ടോ? ഇനി അതാണോ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ന് നാം ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു. 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു. മാനസാന്തരം, ഈ വ്യാധികളെല്ലാം കഴിഞ്ഞ് ഇവരാരും മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇവർ മാനസാന്തരപ്പെടേണ്ട എന്നാണോ ദൈവത്തിൻ്റെ ഹിതം? തീർച്ചയായിട്ടും
അവരൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരണം. അപ്പോൾ ഇവർ ഈ ബാബിലോൺ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പാപത്തിൽ പങ്കുചേർന്നെങ്കിലും തിന്മയിൽ നിന്ന് ഒക്കെ വിട്ടുമാറി ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന്, ഈ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷ യോഹന്നാൻ വെച്ച് പുലർത്തുന്നുണ്ട്. പിന്നീട് വരുന്ന ആ അധ്യായത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ചുള്ള വളരെ വ്യംഗ്യമായ രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 24-ാമത്തെ വാക്യം, ദൈവമഹത്വം അതിനെ പ്രകാശിപ്പിച്ചു, അതിന് ദീപം കുഞ്ഞാടാണ്, അതിൻ്റെ പ്രകാശത്താൽ ജനതകൾ സഞ്ചരിക്കും, ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ജനതകൾ ആ ദൈവിക പ്രകാശത്തിൽ ചരിക്കും, അതുപോലെ തന്നെ ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ജനതകളെല്ലാം വഴിതെറ്റിപ്പോകും എന്ന് പറയുമ്പോഴും ഇവർ വീണ്ടും ഈ ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തിലേക്ക്, കുഞ്ഞാടിൻ്റെ വഴികളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഈ വെളിപാട് ഗ്രന്ഥം വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ വലിയൊരു പ്രതീക്ഷയും ഈ ഗ്രന്ഥകാരൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. തിന്മ ഉന്മൂലനം ചെയ്യപ്പെടുന്നു, പക്ഷേ ജനതകൾ, തിന്മയുടെ പിന്നാലെ പോയ ജനതകൾ ആ തിന്മയെല്ലാം ഉപേക്ഷിച്ച് ദൈവിക വഴിയിലേക്ക്, കുഞ്ഞാടിൻ്റെ വഴിയിലേക്ക് തിരികെ വരും. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.